അരാഷ്ട്രീയ സംഘടനകൾ അനാവശ്യ ആശങ്കകൾ പരത്തി മലയോര ജനതയെ പ്രതിസന്ധിയിലാഴ്ത്തി യുഡിഎഫിന് വേണ്ടി വിടുപണി ചെയ്യുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. കാലങ്ങളായി കർഷകരെ മറിയാക്കി അനധികൃത നിർമ്മാതാക്കൾക്കും കയ്യേറ്റക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന ചിലർ സ്വന്തം നിലയിൽ വ്യാഖ്യാനങ്ങൾ ചമച്ച് ഭൂനിയമ ചട്ട ഭേദഗതിയെ വക്രീകരിക്കുകയാണെന്നും ഇക്കാര്യങ്ങൾ സിപിഎം പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടുമെന്നും സി വി വർഗീസ് പറഞ്ഞു. വൻകിടക്കാർക്ക് വേണ്ടി നിക്ഷിപ്തനുസരിച്ച് വ്യക്തിഗത നിഗമനങ്ങളിലൂടെ വാർത്തകൾ നൽകി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും 2023 സെപ്റ്റംബർ 14 ഭൂനിയമ ഭേദഗതി കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കുകയായിരുന്നു എന്നും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന 12-ാം തീയതി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് 157 കേന്ദ്രങ്ങൾ, ഇടുക്കി ജില്ലയിൽ 157 കേന്ദ്രങ്ങളിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണ സമ്മേളനം നടത്തും. ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക മാറ്റും. അതിനുശേഷം സെപ്റ്റംബർ 15-ാം തീയതി 907 വാർഡുകളിലും എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ വിപുലമായ അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിക്കും. നിയമസഭയ്ക്കകത്ത് ബില്ലിനെ അനുകൂലിച്ച യുഡിഎഫ് പുറത്ത് ബില്ല് കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള അങ്ങേയറ്റം ജനവിരുദ്ധ നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ ചട്ടം ഭേദഗതി ചെയ്ത് ഉത്തരവിറങ്ങിയപ്പോൾ വ്യാപാര മേഖലയിലെ ചില സംഘടനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറങ്ങുകയാണ്. ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും സി വി വർഗീസ് പറഞ്ഞു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം പി ബി സബീഷ് എന്നിവരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.